യോഗിജി താങ്കൾ മുമ്പും പറഞ്ഞിരുന്നു, ഒന്നിച്ചു നിന്നാൽ മാത്രമേ സുരക്ഷിതത്വവും ഭാരതത്തിന് പുരോഗതിയും ഉണ്ടാകൂ എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിൽ താങ്കൾ മറ്റു പല നേതാക്കളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. താങ്കൾ പറയാനുള്ളത് സ്ട്രെയിറ്റ് ആയി തന്നെയാണ് ആളുകളോട് പറയുന്നത്. പക്ഷേ അഖിലേഷ് യാദവ് പറയുന്നത് ഇത് താങ്കളുടെ ഹിന്ദുത്വ ലാബിൽ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണ് എന്നാണ്. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് മനഃപൂർവ്വം പറഞ്ഞ മുദ്രാവാക്യമാണെന്നാണ്. പക്ഷെ അവരെല്ലാവരും തന്നെ ഈ മഹാകുംഭമേളയുടെ കാര്യത്തിൽ മൗനവ്രതത്തിലാണ്. അവരൊന്നും തന്നെ പറയുന്നില്ല. കാരണം ഇത്രയും വലിയ ഒരു പ്രോഗ്രാം താങ്കൾ യാതൊരു പ്രശ്നവുമില്ലാതെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് പറയാൻ വാക്കുകളില്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ്. പക്ഷേ അവർക്ക് പകരം അവർക്ക് വേണ്ടി ചില ആളുകൾ വഖഫ് ബോർഡിന്റെ പേരിൽ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭൂമി മുഴുവൻ വഖഫിൻ്റെതാണെന്നാണ് അവർ പറയുന്നത്. യോഗിജി, രാഹുൽ ഗാന്ധി ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും തേജസ്വി യാദവ് ആണെങ്കിലും ഒക്കെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ജാതി 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 സെൻസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾക്ക് മുന്നോടിക്കുന്ന തരത്തിൽ ഈ മഹാകുംഭമേള ഹിന്ദു ഐക്യത്തിന് പുതിയൊരു മുഖം നൽകുമെന്നാണോ താങ്കൾ കരുതുന്നത്? നോക്കൂ, ഏതൊരു കാലം എടുത്തു നോക്കിയാലും ഇവിടെ ദേവന്മാരും അവസരന്മാരും രണ്ടു പക്ഷവും ഉണ്ടാകും. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ യുഗത്തിലും അവർ ഉണ്ടാവുകയും വേണം. എല്ലാ കാലത്തും ജനങ്ങളെ ഐക്യത്തോടുകൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നത് നല്ല മനസ്സുള്ളവരുടെ ചിന്താഗതിയാണ്. എന്നാൽ ജനങ്ങളെ എല്ലാ കാലത്തും ഭിന്നിപ്പിച്ച് നിർത്തി മുതലെടുക്കണം എന്ന് ചിന്തിക്കുന്നത് അസുരന്മാരുടെ ചിന്താഗതിയാണ്. ആ അസുരന്മാരുടെ പിൻഗാമികൾ എല്ലാ കാലത്തും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ ഭാരതത്തെ കാണാൻ ശ്രമിക്കുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന രൂപത്തിലാണ്. അത് അവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ്. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഭാരതമുണ്ട്. അത് കാണാൻ കഴിയാത്ത ചില ആളുകൾക്ക് ആ ഭാരതത്തെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുകയില്ല. അവരെ സ്വയം ആക്സിഡന്റൽ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയുക? ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കാരത്തെ, പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭഗവാൻ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശിവഭഗവാനെയും ശക്തിയെയും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. നോക്കൂ, എനിക്ക് പറയാനുള്ളത് ഈ അസുരന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇന്നത്തെ കാലത്ത് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ അവർ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവരെ എങ്ങനെ തുറന്നു കാണിക്കാനാണ്? ഇതിൽ കൂടുതൽ തുറന്നു കാണിച്ചാൽ പിന്നെ ഈ ലോകത്ത് ഈ അസുരന്മാർ ഉണ്ടാവുകയില്ല. അവരും ഇവിടെ വേണമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ വഖഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നാറുണ്ട്. ഇവർ പ്രതിദാനം ചെയ്യുന്നത് വഖഫ് ബോർഡിനെയാണോ അതോ ഏതെങ്കിലും ഭൂമാഫിയ ബോർഡിനെയാണോ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഓർമ്മ വേണം, ഉത്തർപ്രദേശിലെ ഓരോ ഇഞ്ച് ഭൂമിയും പൂർണ്ണമായി ഞങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷമുള്ള മുഴുവൻ ലാൻഡ് ഡീലുകളും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതമായി അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭൂമി അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഞങ്ങൾ തിരികെ പിടിക്കാൻ തന്നെ പോവുകയാണ്. അങ്ങനെ അനധികൃതമായി അവർ കയ്യേറിയ ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ്. അവിടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. കുംഭമേളയുടെ ഭൂമി അവരുടേതാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെങ്കിലും അതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യോഗിജി അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അവരുടെ മതപരമായ അവകാശമാണെന്നാണ് പറയുന്നത്. അവരുടെ മതപരമായ അവകാശം താങ്കൾക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്നതാണ് അവർ ചോദിക്കുന്നത്. നോക്കൂ, അവരുടെ വിത്ത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. യോഗിജി, ചില ആളുകൾ പറയുന്നത് ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സനാതന ബോർഡും വേണമെന്നാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സനാതന ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒന്നാണ്. സനാതന ധർമ്മത്തിന്റെ ഉയരമെന്ന് പറയുന്നത് ആകാശത്തേക്കാൾ ഉയരത്തിലാണ്. സനാതന ധർമ്മത്തിന്റെ ആഴമെന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിനേക്കാൾ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മതവുമായും മറ്റൊരു രീതിയുമായും സനാതനത്തെ തുലനം ചെയ്യാനോ താരതമ്യം ചെയ്യാനോ ശ്രമിക്കേണ്ട. വഖഫ് ബോർഡ് എന്ന പേരിൽ ഈ രാജ്യത്ത് അരാജകത്വത്തിനോട് ശ്രമിക്കുന്ന ചില ഭൂമാഫിയയെ ഞങ്ങളുമായി താരതമ്യപ്പെടുത്തേണ്ട. അവരുടെയൊക്കെ ചിന്താഗതിയേക്കാൾ, അവരുടെയൊക്കെ പ്രവർത്തനത്തെക്കാൾ ഒരുപാട് ഉയരത്തിലാണ് സനാതനം നിലനിൽക്കുന്നത്. ശരിയാണ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാരതത്തിന്റെ സനാതന ധർമ്മത്തെ, അതിന്റെ സംസ്കാരത്തെ പരിഹസിക്കാനും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ചില ആളുകൾ.
ഇപ്പോൾ തന്നെ താങ്കൾ സനാതനത്തെയും കുംഭമേളയും പരിഹസിക്കുന്ന സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ലോഹ്യാജിയുടെ പേരിലാണല്ലോ ഈ സമാജ്വാദി പാർട്ടി ഉണ്ടായത്. വല്ലപ്പോഴുമെങ്കിലും ഇതേ ഡോക്ടർ ലോഹ്യാജി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമെങ്കിലും ഇവർ ശ്രമിക്കേണ്ടതുണ്ട്. ഡോക്ടർ ലോഹ്യാജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യം പ്രത്യേകം ഓർമ്മിക്കണമെന്ന്. ഒന്നാമത്തെ ഇതാണ്, ഒരു യഥാർത്ഥ സമാജ്വാദി പാർട്ടി പ്രവർത്തകൻ സമ്പത്തിൽ നിന്നും സന്തതിയിൽ നിന്നും അകന്നു നിൽക്കണമെന്ന്. പക്ഷേ അതേ ഡോക്ടർ ലോഹ്യാജിയെ പിന്തുണയ്ക്കുന്നെന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് താങ്കളും ലോകവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരമശിവൻ ഇവരെക്കുറിച്ച് മൂന്നും പഠിക്കണമെന്നാണ്. ഭഗവാൻ രാമന്റെ ജീവിതം ഭാരതത്തിൽ വടക്ക് നിന്ന് തെക്കോട്ടാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാരതത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പരമശിവന്റെ 12 പ്രധാനപ്പെട്ട ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക വഴി ഭാരതത്തെ പൂർണ്ണമായും ഒരുമിപ്പിക്കുകയാണ് ഭഗവാൻ പരമശിവൻ ചെയ്തത്. ഇത് മൂന്നും പഠിക്കണം ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്നാണ് ലോഹ്യാജി അവരുടെ അനുയായികളോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ പാർട്ടി ഉണ്ടാക്കിയ സ്ഥാപകനായ ശ്രീ ലോഹ്യാജി പറഞ്ഞതെങ്കിലും നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും വായിച്ചു പഠിക്കണം. നിങ്ങൾ ഈ സംസ്ഥാനത്തെ വരും തലമുറയിലെ യുവാക്കൾക്ക് വേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യാനാകും. യോഗിജി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നിട്ട് 1 വർഷമായിരിക്കുന്നു. ഇതുവരെയും ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ അയോധ്യയിൽ ദർശനത്തിന് വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത്തരം ആളുകൾക്ക് ഈ മഹാകുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ അർണബ്ജി, അതാണ് ഈ ഹിന്ദു സംസ്കാരത്തിന്റെ മഹത്വം തന്നെ. നമ്മൾ ഒരു കാര്യത്തിലും ആരെയും നിർബന്ധിക്കാറില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, വന്നില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. പോകാൻ കഴിയുന്നവർ പോകട്ടെ, അതിന്റെ ഭാഗമാകട്ടെ. അവിടെ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യട്ടെ. അതിനുള്ള അവസരം ഹിന്ദുധർമ്മം അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, ഈ ഒരു സ്വാതന്ത്ര്യം ലോകത്തിലെ മറ്റൊരു മതത്തിനും മറ്റൊരു സംഘടനയ്ക്കും നൽകാൻ കഴിയില്ല. യോഗിജി, എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും അയോധ്യയിൽ പോകാത്തത്? നേരായ മാർഗത്തിൽ അവർക്ക് അവിടെ പോകാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കാലങ്ങളായി ഭഗവാൻ ശ്രീരാമനെയും ശ്രീരാമന്റെ അനുയായികളെയും വിശ്വാസികളെയും ഭാരതത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയോധ്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അവർ ചതിക്കുകയായിരുന്നു. അവർ ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒപ്പം വികസനത്തെയും ഒരുപോലെ എതിർക്കുന്നവരാണ്. അയോധ്യയിലെ ജനങ്ങളെയും ഉത്തർപ്രദേശിലെ ജനങ്ങളെയും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ചതിച്ച അവർക്ക് നേരായ മാർഗത്തിൽ അയോധ്യയിൽ പോകാനുള്ള ഒരു അവകാശവുമില്ല. അതിനുള്ള യോഗ്യതയും അവർക്കില്ല. യോഗിജി, വർഷങ്ങൾക്ക് മുമ്പ് സരയൂ തീരത്തിൽ താങ്കളുമായി ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അന്ന് താങ്കൾ ബുൾഡോസർ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് താങ്കൾ ബുൾഡോസർ എന്ന് പറയുമ്പോൾ അതൊരു തുടക്കം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ബുൾഡോസർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം പോലെ ആ വാക്ക് കടന്നു കയറുന്നുണ്ട്. കാരണം ആ രീതിയിൽ താങ്കൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം മാറ്റിമറിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗുണ്ടായിസം അവസാനിപ്പിച്ചിട്ടുണ്ട്. യോഗിജി, ഞാൻ താങ്കളുടെ രാഷ്ട്രീയ ചരിത്രവും താങ്കളുടെ വ്യക്തിജീവിതവും എല്ലാം വളരെ അടുത്ത് നിന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരാളാണ്. പലരും പറയുന്നത് താങ്കൾ വായിൽ തോന്നുന്നത് അതുപോലെ വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നാണ്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. താങ്കൾ വളരെ ചിന്തിച്ചുറപ്പിച്ചിട്ടാണ് ഓരോ വാചകങ്ങളും പറയുന്നത്. ഉദാഹരണമാണ് താങ്കൾ UP നിയമസഭയിൽ പറഞ്ഞത് ഗുണ്ടാ മാഫിയയെ താങ്കൾ മണ്ണിൽ കുഴിച്ചുമൂടുമെന്ന്. താങ്കൾ അത് ചെയ്തു കാണിക്കുകയും ചെയ്തു. അതായത് താങ്കൾ എന്തു പറഞ്ഞാലും അത് ചെയ്യുമെന്ന് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ എല്ലാ കാര്യത്തിലും വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ ഉത്തരം പറയുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ സമ്പൽ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. യോഗിജി, എനിക്കുറപ്പുണ്ട് എൻ്റെ മനസ്സിലുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. അവരെല്ലാം താങ്കളുടെ ഉത്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. സമ്പലിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഉത്തർപ്രദേശിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കേവലം 1 ദിവസത്തിന് ശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമ്പലിൽ നടന്നത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു ആക്രമണമായിരുന്നോ, അതോ താങ്കളെ വ്യക്തിപരമായി രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നോ, അതോ താങ്കളുടെ പാർട്ടി രക്ഷപ്പെട്ടിട്ടുള്ള ഒരു നീക്കമായിരുന്നോ? എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, വളരെ വ്യക്തമായി തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ചില ആളുകൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടന പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ശ്രീ ബാബാ സാഹേബ് അംബേദ്കറിനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിട്ടുള്ളതും.
1949 നവംബർ 26 അദ്ദേഹം നേതൃത്വം നൽകുന്ന ടീം എഴുതിയുണ്ടാക്കിയ ഭരണഘടന 1950 ജനുവരി 26 ഈ രാജ്യം അംഗീകരിച്ചതാണ്. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ആ ഭരണഘടനയിൽ എവിടെയും, ആമുഖത്തിലോ അകത്തോ എവിടെയും സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്കുകളില്ല. ഈ രണ്ട് വാക്കുകളും കോൺഗ്രസ് പിന്നീട് എഴുതി ചേർത്തതാണ്. എന്നാണ് എഴുതി ചേർത്തത്? ഭാരതത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഇവിടെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഈ രാജ്യത്തെ നീതിന്യായ, നിയമ, കോടതി സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്ത കാലത്ത് കോൺഗ്രസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി ചേർത്തതാണ് ഈ രണ്ട് വാക്കുകളും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളും ബാബാ സാഹബ് അംബേദ്കറിൻ്റെ വാക്കുകളല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയ ബാബാ സാഹബ് അംബേദ്കറിൻ്റെ വാക്കുകൾ പോലും വെട്ടിമുറിവേൽപ്പിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി അവർക്ക് വേണ്ട ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ എങ്ങനെയാണ് ഭാരതത്തിൻ്റെ നീതിന്യായ സംവിധാനത്തെ ബഹുമാനിക്കുന്നത്? അവർ ഭാരതത്തിലെ ഇപ്പോഴത്തെ നീതിന്യായ സംവിധാനത്തെയും ഭാരതത്തിലെ ജനാധിപത്യത്തെ പിന്തുടരുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ്. അവരെ കൊണ്ട് അതിന് കഴിയില്ല. സമാജ്വാദി പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും അവർ ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ ഭരണഘടനയോടും ഈ രാജ്യത്തെ പാവപ്പെട്ടവരോടും സ്ത്രീകളോടും ദളിതരോടും ഒക്കെ ചെയ്തിരുന്നത് ദ്രോഹം തന്നെയായിരുന്നു. അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും നന്മയും നീതിയും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അയോധ്യയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ സംവിധാനമാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. അതുപോലും ഇന്നും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അംഗീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സംബലിൽ നീതിന്യായ സംവിധാനത്തിന്റെ വിധി അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? സംബലിലും സർവേ നടത്താനുള്ള അധികാരം നൽകിയത് കോടതിയാണ്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംബലിൽ സർവേകൾ നടത്തിയത്. സർവേ പെട്ടെന്നുണ്ടായതല്ല. 19-ാം തീയതിയും 21-ാം തീയതിയും സർവേ നടന്നിരുന്നു. അന്നൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ദിവസം 24-ന് 3-ാം തവണ സർവേക്ക് പോയപ്പോഴാണ് സംബലിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. 24 നവംബർ 24 മുതലാണ് സംബലിൽ സമാധാനം ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കൂ, സംബലിൽ കാലങ്ങളായി ജീവിക്കുന്ന ഹിന്ദുക്കളുടെ ക്ഷമ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാരതത്തിന്റെ പൗരാണിക ചരിത്രം നോക്കിയ ഏതാണ്ട് 5000 വർഷം മുമ്പ് മുതൽ 3000 വർഷം മുമ്പ് വരെ 2000 വർഷത്തിൽ നിരവധി പൗരാണിക ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ പലരാലും രചിക്കപ്പെട്ടിട്ടുണ്ട്. പുരാണം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവത്ഗീതയും ഭാഗവത പുരാണവും 5000 വർഷം പഴക്കമുള്ളതാണ്. ഭഗവാൻ വേദവ്യാസാണ് ഈ മഹാഭാഗവതം എഴുതിയത്. ശേഷം 2000 വർഷത്തോളം നിരവധി ഉപവിഭാഗങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവത പുരാണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശേഷമുണ്ടായ അനേകം പുരാണ ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഹരിവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം കൽക്കിയുടെ രൂപത്തിൽ സംബലിൽ അവതരിക്കുമെന്ന്. ഇത് കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട രേഖയാണ്. അതിന് തെളിവുകളുണ്ട്. ഞാൻ ഒരു തരത്തിലും ഏതെങ്കിലും മതവിഭാഗത്തിനോ അവരുടെ വിശ്വാസത്തിനോ എതിരല്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാലങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശ്വാസവും ആചാരത്തിന്റെ ഭാഗമായി ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏത് മതത്തിന്റെ ആണെങ്കിലും ജാതിയുടെ ആണെങ്കിലും അവർ ആരാധിക്കുന്ന ഒരു പ്രദേശം, ഒരു വിശ്വാസ കേന്ദ്രം തകർത്ത് അവിടെ മറ്റൊരു വിശ്വാസത്തിന്റെ പ്രതീകം സ്ഥാപിക്കുന്നതിന് ഞാൻ എല്ലാ കാലത്തും എതിരാണ്. തീർച്ചയായും അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി സമൂഹം ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ന്യായത്തിനു വേണ്ടി ഇന്ന് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും അന്യായം മാത്രമാണ് ഇവിടെ വിജയിക്കുക. അതുകൊണ്ട് തന്നെ ന്യായം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. സംബലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ അത് എഴുതപ്പെട്ട ചരിത്രമാണ്. അതിന് തെളിവുകളുണ്ട്. വർഷങ്ങൾ സമയമെടുത്ത് എങ്ങനെയാണ് സംബലിൽ ഇസ്ലാമികവൽക്കരണം ഉണ്ടായത് എന്നത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് സംബലിൽ ഓരോ പ്രധാനപ്പെട്ട അടയാളങ്ങളും നശിപ്പിക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സനാതന ധർമ്മത്തിന്റെ ഭാഗമായി, ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായി അവർ വിശ്വസിച്ചിരുന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് കുഴിച്ചു മൂടപ്പെട്ടത്, എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളും തകർത്ത് അവിടെ വീടുകൾ സ്ഥാപിച്ചു. വലിയ കുഴികളായി പല സ്ഥലങ്ങളിലും കോൺക്രീറ്റുകൾ കൊണ്ട് മൂടപ്പെട്ടു. അവർക്ക് വേണ്ടി ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. 1965 മുതൽ 2017 വരെ അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾ ഒരുപാട് അനുഭവിച്ചു.
1976 8 ഹിന്ദു സന്യാസികളെ സമ്പലിൽ ചിലർ ചേർന്ന് കൊലപ്പെടുത്തി. 1978 182ഓളം ഹിന്ദുക്കളെ അവിടെ ചുട്ടുകൊന്നു. ഇത്രയധികം കൊലപാതകം ചെയ്ത ഒരാളെ പോലും ഉത്തർപ്രദേശ് ഭരിച്ചവരോ രാജ്യം ഭരിച്ചവരോ ശിക്ഷിച്ചില്ല. പാവപ്പെട്ട ഹിന്ദുക്കളുടെ വീടുകൾ തകർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു പെൺകുട്ടികളെ ചിലർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, തകർക്കുക, ഇതൊക്കെയാണ് സമ്പൽ നടന്നുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും എല്ലാം കാലങ്ങളായി തകർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു സമ്പലിൽ. ഇതെല്ലാം ലോകം അറിയേണ്ടത് തന്നെയാണ്, രാജ്യം അറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ സമാധാനത്തിന്റെ ശാന്തിവാഹകരായി പതാകം പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇത്രയധികം ആക്രമണങ്ങൾ സമ്പലിൽ ഹിന്ദുക്കൾ നേരിട്ടപ്പോൾ എവിടെയായിരുന്നു? കാലങ്ങളോളം സമ്പലിൽ ഈ ഹിന്ദു വംശഹത്യ നടത്തിയവർ, ഹിന്ദുക്കളെ ആക്രമിച്ചവർ, ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിച്ചവർ, ഹിന്ദു വ്യാപാരികളെ കൊള്ളയടിച്ചവർ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാലങ്ങളായി സമ്പലിൽ ഹിന്ദു വിശ്വാസികൾ ഈ അക്രമം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഐനി അക്ബറി എന്ന അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഐനി അക്ബറി ഞങ്ങളാരും എഴുതിയതല്ല, അവർ തന്നെ എഴുതിയതാണ്. അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മിർബാക്കി അവിടെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്താണ് ഒരു പള്ളി പണിഞ്ഞതെന്ന്. അക്ബറിന്റെ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. 1528 അയോധ്യയിൽ രാമക്ഷേത്രം തകർത്ത് ബാബരി മസ്ജിദ് പണിഞ്ഞ അതേ മിർബാക്കി 1526 സമ്പലിലെത്തി അവിടെ ഉണ്ടായിരുന്ന മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്ത് അതിനെ നശിപ്പിച്ച് അവിടെ മുസ്ലിം പള്ളി പണിതു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഐനി അക്ബരിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മഹാഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്. ഐനി അക്ബരിയിൽ പറയുന്നു 1526 ആ ക്ഷേത്രം തകർത്ത് മുസ്ലിം പള്ളി പണിതു എന്ന്. രണ്ടിനും തെളിവുണ്ട്. അവർക്ക് കേവലം 500 വർഷങ്ങളുടെ ചരിത്രം മാത്രമാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് 5000 വർഷത്തിന്റെ ചരിത്രം പറയാനുണ്ട്. നോക്കൂ യോഗിജി, അവർ പറയുന്നത് ഇതൊക്കെ പഴയ കാലത്തെ വിവാദങ്ങളാണ്, അതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. അതുമാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദു വർഷിപ്പ് ആക്ട് ഉണ്ട്, അത് പിന്തുടരേണ്ടതുണ്ട്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, എത്ര പഴയതാണെങ്കിലും രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് തന്നെയുണ്ട്, അല്ലെങ്കിൽ അത് വലിയ ക്യാൻസറായി മാറും. പഴയകാല രോഗങ്ങൾക്ക് സമാധാനം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അതായത് ഒരു ശരീരത്തെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ താങ്കൾ കാലങ്ങളോളം എത്ര റേഡിയോതെറാപ്പി ചെയ്താലും കീമോതെറാപ്പി ചെയ്താലും അത് പരിഹരിക്കാനാവില്ല. അതിന് ആ രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. പൂർണ്ണമായി സർജറി ചെയ്ത് ആ രോഗാണുവിനെ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രോഗത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശസ്ത്രക്രിയ ചെയ്തേ മതിയാകൂ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായും പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഉയർന്നു വരുന്ന എല്ലാ വിവാദത്തിനും ഒരു ശരിയായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ട സർജറി ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. യോഗിജി, ഞാൻ താങ്കളോട് നേരിട്ട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കളുടെ അഭിപ്രായം സമ്പലിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടാകണം എന്ന് തന്നെയാണോ? എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഐനി അക്ബറിയിൽ അവർ തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, സമ്പലിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്താണ് അവർ പള്ളി പണിതതെന്ന്. അതിനുള്ള തെളിവുകൾ നൽകിയത് അവർ തന്നെയാണ്. പറയാനുള്ളത്, അവർ തന്നെ എഴുതി വെച്ച കാര്യം ഇന്നത്തെ അവരുടെ അനുയായികൾ സ്വയം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അംഗീകരിക്കണം. നമ്മുടെ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന രോഗങ്ങൾ മനസ്സിലാക്കി അതിനുള്ള മരുന്നുകൾ നൽകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ കാര്യത്തിൽ എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ്. താങ്കൾക്ക് പറയാനുള്ളത് വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. താങ്കൾ പറയാനുള്ളത് ഇങ്ങനെ വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെയാണ് താങ്കൾക്ക് പിന്നിൽ താങ്കളെ വിശ്വസിച്ച് നിരവധി ആളുകൾ അണിനിരക്കുന്നതും. ഉത്തർപ്രദേശിലെ മാത്രമല്ല, ഭാരതത്തിലാകെയുള്ള നിരവധി ആളുകൾ ന്യായം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ താങ്കളുടെ നിലപാട് എന്താണ്, താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ഭാരതത്തിൽ പല ആളുകളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വ്യക്തമായ ഉത്തരം കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോഗിജി, എന്റെ ചോദ്യം നേരിട്ട് തന്നെയുള്ളതാണ്. ഇത്തവണത്തെ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് രാഷ്ട്രീയ ഐക്യത്തിനും ഹിന്ദു ഐക്യത്തിനുമൊപ്പം സനാതനം എന്ന ഹിന്ദു ധർമ്മത്തെ ലോകത്തിൽ ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണോ? നോക്കൂ, സനാതനം എല്ലാ കാലത്തും ഏറ്റവും ഉന്നതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സനാതനമായിരിക്കുന്നതും. അതുകൊണ്ട് അതിനുവേണ്ടി കുംഭമേളയോ ഞങ്ങളോ ഒന്നും പുതുതായി ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും, അത് പരസ്പര പൂരകങ്ങൾ തന്നെയാണ്.
താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ശിഥിലമായി പോകും. ഇത് എൻ്റെ വാക്യമായി ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മുടെ അനുഭവമാണത്. ഒന്നിച്ചു നിന്നാൽ നമ്മൾ എല്ലാ കാലത്തും സുരക്ഷിതരാണ്. എപ്പോഴൊക്കെ നമ്മൾ ഭിന്നിച്ചു നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അപകടമുണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിനായാലും സമൂഹത്തിനായാലും. പ്രധാനമന്ത്രിയും പലതവണ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്രവും നമുക്ക് അതിന് തെളിവുകൾ തരുന്നുണ്ട്. ഒന്നിച്ചു നിന്നാൽ നമ്മൾ സുരക്ഷിതരാണ്. നോക്കൂ, 2017 ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പും ഇതേ ഉത്തർപ്രദേശ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പലതരത്തിലുള്ള ജാതി വിഘടനവാദമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മഹാകുംഭമേള പോലെ ആഘോഷങ്ങൾ ഒത്തൊരുമിച്ചാണ് നടക്കുന്നത്. നോക്കൂ, ഇന്ന് ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് വിഷമമുണ്ടാകുന്നത്? ആരാണോ ഇവിടെ ജാതിയുടെ കട തുറന്നു വെച്ച് ഹിന്ദുക്കളെയും സമൂഹത്തെയും ഭിന്നിപ്പിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കാണ് ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ വേദന ഉണ്ടാകുന്നത്. ഏതാളുകളാണോ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭാരതത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവർക്കാണ് ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ വിഷമമുണ്ടാകുന്നത്. ഈ ജാതിവാദം എന്ന് പറയുന്നതും ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ വിദേശശക്തികൾ ഭാരതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതിൻ്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ കാലത്തും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു വ്യക്തിയാണോ ഇന്നത്തെ കാലത്ത് സമൃദ്ധ ഭാരതം ആഗ്രഹിക്കുന്നത്, വികസിത ഭാരതം ആഗ്രഹിക്കുന്നത്, അത്തരം ആളുകൾ ഒരിക്കലും ഈ ജാതിവാദത്തിന്റെ പിന്നാലെ പോയി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹിന്ദു ഐക്യത്തെയും രാഷ്ട്രീയ ഐക്യത്തെയും രണ്ടായി കാണാത്തത്. ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, മഹാകുംഭമേള എന്ന് പറയുന്നതും ഈ ഹിന്ദു ഐക്യത്തിന്റെ, ഭാരത ഐക്യത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. 2024 ഡിസംബർ 13 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മഹാകുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തപ്പോൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതായിരുന്നു: ലോകത്തിലുള്ള 40 കോടിയിലധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ഇത് തന്നെ ജാതിവാദവും മതഭേദവും ഇല്ലാതാക്കാനുള്ള ഒരു അത്ഭുത ഉദാഹരണം തന്നെയാണ്. സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങളില്ലാതെ, ജാതി മതഭേദങ്ങളില്ലാതെ ഒട്ടുകൂടായ്മയും ഐത്തവും ഒന്നും ഇവിടെ ബാധകമാകുന്നില്ല. അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഹിന്ദു ഐക്യത്തിന്റെ തന്നെ പ്രതീകമായിരുന്നു. ഗംഗ യമുന സരസ്വതി സംഗമഭൂമിയായ ഈ ത്രിവേണിയിൽ എവിടെയാണ് ഇവിടെ ജാതിവാദമുള്ളത്? എവിടെയാണ് ഇവിടെ ജാതിഭേദമുള്ളത്, മതഭേദമുള്ളത്, ലിംഗഭേദമുള്ളത്, വർണ്ണഭേദമുള്ളത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാരതത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികൾ മാത്രമാണ് ഭാരതത്തെ കുറ്റം പറയാൻ ഇത്തരം വാദങ്ങൾ പറയുന്നത്. ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിദേശ ശക്തികളുടെ തന്ത്രത്തിൽ വീണുപോയാൽ രാഷ്ട്രീയ ഐക്യം ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും രണ്ടും രണ്ടല്ല, ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് തന്നെ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ഭാരതത്തെ ലോകത്തിനു മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഉയരത്തിലെത്തിക്കാൻ ലോകത്തിനു മുമ്പിൽ ഭാരതത്തെ കാണിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ മഹാകുംഭമേള. നോക്കൂ, ചില സന്യാസിവര്യന്മാരെ നമുക്ക് ഈ മഹാകുംഭമേളയുടെ സമയത്ത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വർഷങ്ങളോളം കാട്ടിലും മലയിലും മഞ്ഞിലും ഹിമാലയത്തിലും ഒക്കെ തപസ്സനുഷ്ഠിക്കുന്ന നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കാണാൻ കഴിയുന്നത്, അവരോടൊപ്പം ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്, അവരോടൊപ്പം സ്നാനം ചെയ്യാൻ കഴിയുന്നത്, അവരോട് സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ലഭിക്കുന്ന അപൂർവ അവസരം കൂടിയാണിത്. ഇത്രയും മഹത്തായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമാകാനും കഴിഞ്ഞത് എൻ്റെ കൂടി ഭാഗ്യമായി ഞാൻ കരുതുന്നു. യോഗിജി, താങ്കൾ ആദ്യമായി രാജ്യമാകെയുള്ള ഭരണാധികാരികളെ മാത്രമല്ല സന്യാസിമാരെ കൂടി കുംഭമേളയിലേക്ക് മന്ത്രിമാരെ അയച്ച് ക്ഷണിച്ചതായ വാർത്തകൾ കണ്ടിരുന്നു. തീർച്ചയായും ശരിയാണ്, ഇത്തവണ അങ്ങനെ ചെയ്തിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രചോദനത്താൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിന് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉദാഹരണം കാണിക്കാൻ കഴിയുമെങ്കിൽ അത് ഈ പ്രയാഗ്രാജിൽ ഈ കുംഭമേളയിലാണ്. ഇത്തവണ മഹാകുംഭമേളയിൽ ഉത്തരേന്ത്യയിൽ നിന്നോ വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്നോ മാത്രമുള്ള ആളുകളല്ല പങ്കെടുക്കുന്നത്.
ഭാരതത്തിലെ എല്ലാ ദേശത്തു നിന്നും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് നോക്കിയാൽ ഗോവയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, കാശ്മീരിൽ ഉൾപ്പെടെ നിരവധി സന്യാസിമാർ ഒത്തൊരുമിച്ച് എത്തുന്ന ഒരു മഹാകുംഭമേളയാണ് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഇവിടെയൊക്കെ നിന്നുള്ള സന്യാസിമാർ മാത്രമല്ല, ഭക്തന്മാരും കാഴ്ചക്കാരുമൊക്കെ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യത്തേക്കാൾ കൂടുതൽ ആളുകൾ, ഏതാണ്ട് 40 കോടിയിലധികം ആളുകൾ 45 ദിവസത്തിൽ ഈ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവർ വരുന്നത് കേവലം ഗംഗ, യമുന, സരസ്വതി ചേരുന്ന ഈ ത്രിവേണിയിൽ സ്നാനം ചെയ്യുന്നതിന് മാത്രമല്ല, ഈ മഹാകുംഭമേളയ്ക്ക് സാക്ഷിയാകുന്നതിന് കൂടിയാണ്. അവരെല്ലാവരും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമായി മാറുകയാണ്. പക്ഷേ യോഗിജി, താങ്കളുടെ എതിർ പാർട്ടിക്കാർ പറയുന്നത് മഹാകുംഭമേള BJPയുടെ ഒരു പദ്ധതിയാക്കി മാറ്റിയെന്നാണ്. മാത്രമല്ല, അവർ ചോദിക്കുന്നത് BJP ആണോ കുംഭമേള കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ കുംഭമേള സംഘടിപ്പിച്ചിരുന്നില്ല എന്നൊക്കെയാണ്. നോക്കൂ, ഞാൻ വളരെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല കുംഭമേള ഞങ്ങളുടെ എന്തോ പദ്ധതിയുടെ ഭാഗമാണെന്ന്. ഞങ്ങളങ്ങനെ കരുതിയിട്ടുമില്ല. പക്ഷേ ഇത്തരൊരു മഹാമേള ആധുനിക സംവിധാനങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എത്ര മികച്ചതാക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ആ മഹാമേളയ്ക്ക് ആദരവ് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ മഹാമേളയുടെ ഭാരതത്തിൻ്റെ ഈ സംസ്കാരത്തെ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 2017 മുമ്പും 2014 മുമ്പും ഒക്കെ ഇവിടെ കുംഭമേളകൾ ഉണ്ടായിരുന്നു. അന്ന് ഇത്ര മനോഹരമായി ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നിന്നും അവരെ ആരാണ് തടഞ്ഞത്? ഞങ്ങളാണോ? 2017 മുമ്പത്തെ കുംഭമേളകൾ എന്ന് പറഞ്ഞാൽ അത് കെടുകാര്യസ്ഥതയുടെയും അരാജകത്വത്തിൻ്റെയും ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന സന്യാസിമാർക്കാകട്ടെ ഭക്തന്മാർക്കാകട്ടെ ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചിരുന്നില്ല. അവരെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. 2013 ഇതേ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നിരുന്നു. അന്നത്തെ സ്ഥിതി എന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ ത്രിവേണിയിൽ 2013 കുംഭമേളയിൽ മൗറീഷ്യസിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം ഇവിടെ സ്നാനം ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ ഗംഗയിലെ മാലിന്യം കണ്ട് അദ്ദേഹത്തിന് ഇവിടെ സ്നാനം ചെയ്യാൻ കഴിയാതെ വിഷമത്തോടെ തിരിച്ചു പോവുകയാണുണ്ടായത്. വളരെ ദുഃഖത്തോടെ അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു, ഇതാണോ ഞങ്ങളുടെ ഗംഗാമാത എന്ന്. അന്ന് അദ്ദേഹം കണ്ണുകൾ നിറഞ്ഞാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. കാരണം മൗറീഷ്യസിനെ അവർ കരുതുന്നത് ഭാരതത്തിന്റെ ഒരു ചെറുരൂപമായി തന്നെയാണ്. ഗംഗാനദിയെ അവരും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ദേവതയെ പോലെ തന്നെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹം വിഷമത്തോടെ തിരികെ പോയത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 2019 കുംഭമേള സംഘടിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ സമയത്ത് കാശിയിൽ അദ്ദേഹം ഭാരതീയ പ്രവാസി സമ്മാൻ ദിവസത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഞാൻ അവിടെ പോയി, താങ്കൾ പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗാനദിയിൽ സ്നാനം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് 2013 അദ്ദേഹത്തിന്റെ അനുഭവം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യാമെന്ന് സമ്മതിച്ചില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായി. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 400-ലധികം വരുന്ന ഒരു സംഘമാണ് പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ 2019 എത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഗംഗയുടെ സ്ഥിതി കണ്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ള മുഴുവൻ സംഘവും അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഗംഗയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉറപ്പിച്ചു പറയാൻ കഴിയും, 2019 ഞങ്ങൾ സംഘടിപ്പിച്ച കുംഭമേള എന്ന് പറയുന്നത് വൃത്തിയുടെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിലാണ് ലോകശ്രദ്ധ നേടിയിരുന്നെങ്കിൽ 2025 ഈ മഹാകുംഭമേള ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് വൃത്തിയോടൊപ്പം ഇവിടുത്തെ സംഘാടന മികവ് കൂടിയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ കൂടിയാണ് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്രയും മനോഹരമായാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേകം താല്പര്യത്താൽ, കേന്ദ്ര സർക്കാരിന്റെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ സഹായത്താൽ മഹാകുംഭമേളയുടെ പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ആധുനിക കാലത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ അതെല്ലാം ഒത്തുചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മഹാകുംഭമേളയുടെ സംഘാടനമാവട്ടെ 500 വർഷത്തിന് ശേഷം അയോധ്യയിൽ രാംലല്ലയുടെ പുനഃപ്രതിഷ്ഠയാകട്ടെ, എല്ലാം ലോകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഗിജി, ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും ഈ ഗംഗയിൽ സ്നാനം ചെയ്യാനും ഗംഗാജലം കുടിക്കാനും കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം നിരവധി പരിസ്ഥിതിവാദികൾ പറയുന്നത് ഗംഗ മലിനമാണ്, ഇപ്പോഴും ഇവിടെ ഒരിക്കലും കുളിക്കരുത്,
ഇവിടുത്തെ വെള്ളം കുടിക്കരുത് എന്നൊക്കെയാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാകും എന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, അത്തരം വാർത്തകൾ, പലരുടെയും പ്രസ്താവനകൾ ഞാനും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രത്യേകം പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ 3 മാസത്തിൽ ഏതാണ്ട് ആഴ്ചയിൽ ഒരു തവണ വീതം ഞാൻ ഈ മഹാകുംഭമേള നടക്കുന്ന മേഖലയിൽ സന്ദർശിച്ചിട്ടുണ്ട്. വരുമ്പോഴെല്ലാം തന്നെ ഞാൻ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ശുചിത്വവും വെള്ളത്തിൻ്റെ അളവും എല്ലാം പരിശോധിക്കാറുണ്ട്. അതിനോടൊപ്പം കഴിയുന്നത്രയും തവണ ഇവിടെ സ്നാനം ചെയ്യാനും ഈ വെള്ളം കുടിച്ചു നോക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി ഞാനിത് ചെയ്യുന്നു. എനിക്കിതുവരെ എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗംഗയെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തന്നെയാണ് അവർക്ക് മുമ്പിലുള്ള ഉദാഹരണം. ഞാൻ കരുതുന്നത് ചില ആളുകൾ മനഃപൂർവ്വം ഈ മഹാസംഗമത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തിലുണ്ടായിരിക്കാം. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയും വൃത്തിയോടെയും ഇത്രയും ജലലഭ്യതയോടെയുമുള്ള ഒരു ത്രിവേണി സംഗമം, ഒരു മഹാകുംഭമേള ആദ്യമായാണ് സ്വതന്ത്ര ഭാരതത്തിൽ നടക്കുന്നത്. 10,300 ക്യൂബിക് അടിയിലധികം വെള്ളം ഇന്ന് ഗംഗാ നദിയിൽ മാത്രമുണ്ട്. വൃത്തിയുള്ള ജലം യമുനയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ തന്നെ ഒരു സങ്കോചവുമില്ലാതെ ഗംഗയിലും യമുനയിലും നിങ്ങൾക്ക് സ്നാനം ചെയ്യാനും ഇവിടുത്തെ വെള്ളം പരിശുദ്ധിയോടെ കുടിക്കുവാനും കഴിയും. അതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം. ഞാനിത് സ്വയം ചെയ്യുന്നുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ആചരണത്തിൻ്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ലോകത്തിന് നൽകുന്ന ഉദാഹരണം കൂടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2024 രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ മുഴുവൻ ശ്രദ്ധയും അയോധ്യയിലേക്കായിരുന്നു. രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഓരോ വ്യക്തിക്കും എത്രയും വേഗം അയോധ്യയിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025 മഹാകുംഭമേളയിലേക്കും ലോകത്ത് നിന്ന് ആളുകൾ ഒഴുകിയെത്താൻ പോവുകയാണ് എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. 2023 ഡിസംബർ മുതൽ തന്നെ എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശങ്കകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അവിടത്തേക്കുള്ള കണക്ടിവിറ്റി എങ്ങനെയാണ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എനിക്ക് 2021 ഡിസംബറിൽ തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2019 കുംഭമേള സംഘടിപ്പിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഏതാണ്ട് 10,000-ലധികം ഏക്കർ പ്രദേശത്താണ് ഇത്തവണ മഹാകുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും സന്യാസിമാർക്കും താമസിക്കാനുള്ള വീടുകളാവട്ടെ, അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റുകളാവട്ടെ, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാലകളാവട്ടെ, റോഡുകളും പാലങ്ങളും ഗതാഗത സൗകര്യങ്ങളും അവർക്ക് വേണ്ട സുരക്ഷാ സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ 2019 മുതൽ തന്നെ വ്യക്തമായ പദ്ധതി തയ്യാറാക്കി പൂർത്തിയാക്കിയതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരെ ഏതാണ്ട് 5,000 ഏക്കറിലാണ് ഇവിടേക്ക് വരുന്ന ആളുകളുടെ പാർക്കിംഗ് മാത്രം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് തന്നെ ഈ കുംഭമേള നടക്കാൻ പോകുന്ന ഈ ഗംഗാ തടം ഞങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ഒക്ടോബർ 15-ന് ഗംഗാ നദിയിൽ വളരെ ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തടം ലഭ്യമായിരുന്നില്ല. അത് ലഭിക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് വെള്ളത്തിന്റെ ഗതി മാറ്റിവിട്ട് ആ രീതിയിൽ ഗംഗാ തടം തയ്യാറാക്കി വളരെ ബൃഹത്തായ പദ്ധതിയാണ് കുംഭമേളയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 40 കോടിയിലധികം ആളുകൾ ഇവിടെ എത്താൻ പോവുകയാണ്. ഇവിടെ വരുന്ന സന്യാസിവര്യന്മാർക്കും ഇവിടെ എത്തുന്ന ഭക്തന്മാർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. യോഗിജി, തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. ഞങ്ങൾക്കത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തവണ കുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ താങ്കൾ ഒരുക്കിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും ഒരു താൽക്കാലിക നഗരത്തിൽ ഇത്രയും അധികം റോഡുകൾ കാണുന്നത് ആദ്യമായി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് താങ്കൾ വഖഫിന്റെ ഭൂമി കയ്യേറിയാണ് കുംഭമേളയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ലോകമാകെയുള്ള വിശ്വാസികൾ ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഹാസംഗമത്തിന് ആദരവ് നൽകി, അതിൻ്റെ സംസ്കാരത്തിന്, അതിൻ്റെ ആചാരത്തിന് പ്രാധാന്യം നൽകി വേണം ഓരോരുത്തരും സംസാരിക്കാൻ. ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി മഹാകുംഭമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമാകെയുള്ള സന്യാസിമാർ
ഭക്തന്മാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു തരത്തിലും ആരും ക്ഷണിക്കാതെ സ്വയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പൗരാണിക ഭാരതത്തിൽ തന്നെ നിരവധി ആളുകൾ ആരും ക്ഷണിക്കാതെ തന്നെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഈ മഹാസംഗമ ഭൂമി വഖഫിന്റെ ആണെന്ന് ചില ആളുകൾ പറഞ്ഞാൽ എനിക്കവരെ വഖഫ് ബോർഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. എനിക്കവരെ ഭൂമാഫിയ ബോർഡ് എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. ഭൂമിക്ക് മേലുള്ള ഇത്തരം കൃത്രിമമായ അവകാശവാദം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും അത് അവസാനിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യും. യോഗിജി, താങ്കൾ ഇവിടെ വ്യക്തമായി പറയുന്നത് മഹാകുംഭമേള എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ജാതി, മത, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാത്ത ഒരു പ്രോഗ്രാമാണെന്നാണ്. ഇവിടെ എല്ലാവർക്കും വരാമെന്നാണ്. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ മുസ്ലിങ്ങൾക്ക് അനുമതിയില്ല എന്നാണ്. ഇവിടെ കടകൾ നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല എന്നാണ്. അത്തരത്തിൽ എന്തെങ്കിലും നിബന്ധന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? നോക്കൂ, മഹാകുംഭമേള എന്ന് പറയുന്നത് അത് ആചരിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ഒരു സംഗമ ഭൂമിയാണ്. ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, ഭാരതത്തിന്റെ പാരമ്പര്യമായ സനാതന ധർമ്മത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവർ, അതിനെ ബഹുമാനിക്കുന്നവർ, അവരാണ് ഇവിടെ വരേണ്ടത്. അതിനു പകരം ആചരണത്തിന്റെ ഭാഗമല്ലാതെ, വിശ്വാസത്തിന്റെ ഭാഗമല്ലാതെ ഇതിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കുൽസിത മനോഭാവത്തോടുകൂടി ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഇടമല്ല എന്ന് അവർ സ്വയം മനസ്സിലാക്കി ഇങ്ങോട്ട് വരാതിരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അതേസമയം പൂർണ്ണ മനസ്സോടെ, ഭക്തിയോടെ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സർവദാ സ്വീകരിക്കാനും തയ്യാറാണ്. യോഗിജി, താങ്കൾ പറയുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇവിടെ വരാമെന്നാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഭാരതത്തിന്റെ പാരമ്പര്യം സനാതന ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, അവരുടെ എല്ലാം അടിസ്ഥാനം അവരുടെ പൂർവികർ സനാതനികളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കുംഭമേളയിൽ പങ്കെടുക്കാം, വരാം. ഇന്നത്തെ കാലത്തും നിരവധി ആളുകൾ അങ്ങനെയുണ്ട്. നിരവധി മുസ്ലിം, ക്രിസ്തു മതവിശ്വാസികൾ പോലും അവരുടെ പൂർവികർ സനാതനധർമ്മ വിശ്വാസികളായിരുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വിശ്വസിക്കുന്നുണ്ട്. അത്തരം നിരവധി ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അത്തരം ആളുകളെ സർവദാ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിൽ കുഷ്ഠം വെച്ചുകൊണ്ട് കുംഭമേളയിൽ വിശ്വസിക്കാതെ ഇതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി മതവിശ്വാസികൾ ഭാരതത്തിന് പുറത്ത് മറ്റു പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾ, അവിടുത്തെ ഭരണാധികാരികൾ പോലും അവരുടെ പൂർവികർ ഭാരതത്തിലുള്ളവരായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അത്തരം ആളുകൾക്ക് എല്ലാ കാലത്തും മഹാകുംഭമേളയിൽ സ്വാഗതം തന്നെയാണ്. ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടതില്ല, ഇത് അവരുടേതു കൂടിയാണ്. അതേസമയം തന്നെ ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ആളുകൾ ഈ മഹാസംഗമത്തിലേക്ക് എത്തുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് നിങ്ങൾ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള അധിനിവേശത്തിനാണെങ്കിൽ, ആ രീതിയിൽ സംസാരിക്കാൻ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ചില പരിക്കുകൾ ഏൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ മഹാകുംഭമേളയിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ എത്താം, സ്നാനം ചെയ്യാം, ഈ ആചരണത്തിൽ പങ്കെടുക്കാം, മടങ്ങിപ്പോകാം. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ജാതി, മത, വർണ്ണ, ലിംഗഭേദങ്ങളില്ല. അത് തന്നെയാണ് മഹാകുംഭമേളയുടെ പ്രാധാന്യവും മഹത്വവും. യോഗിജി, 2027 വീണ്ടും ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. മഹാകുംഭമേളയാണ് ഇപ്പോൾ നിലവിൽ താങ്കളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് താങ്കൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അടുത്ത വെല്ലുവിളി എന്താണ്? 2027 തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, 2025 മഹാകുംഭമേള ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കണം എന്നുള്ളത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉത്തർപ്രദേശിലെ 25 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ജോലികൾ ചെയ്യുന്നത്. ഞാൻ അതിനപ്പുറം ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ചിന്തിക്കാറില്ല. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾ തന്നെയാണ് സർവാധികാരി, അവർ തന്നെയാണ് ഭഗവാന്മാരും. 25 കോടി ഉത്തർപ്രദേശിലെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഉത്തർപ്രദേശിൻ്റെ ഭാവിക്ക് എന്താണ് നല്ലതെന്ന് അവർക്കറിയാം. അതുകൂടി മനസ്സിലാക്കി അവർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.